ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രണവ്. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദീപപ്രമാണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രേക്ഷകർക്ക് വരുന്ന സംശയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 5 ദീപങ്ങൾ, പഞ്ചദീപം ഭദ്രദീപമാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ അതിന് മീതെ, ഇപ്പോൾ 5 നമ്മൾ നിർത്തിയത്, ഇനി അതിന് മീതെ എണ്ണം ഉണ്ടോ എന്തെങ്കിലും? അതുപോലെ തന്നെ സാർ, നമ്മുടെ പ്രേക്ഷകർ എഴുതി ചോദിച്ച ഒരു സംശയങ്ങളിലൊന്നാണ്, എന്തെങ്കിലും പ്രത്യേകതരം എണ്ണയാണ്? ഇപ്പോൾ പല വീട്ടിൽ പോവുകയാണെങ്കിൽ ചിലയിടത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കും, ചിലയിടത്ത് വിളക്കെണ്ണ തന്നെ ഒഴിക്കും, ചിലയിടത്താണെങ്കിൽ നല്ലെണ്ണ ഒഴിക്കും, ചിലരാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പ്രത്യേകം വിളക്കെണ്ണ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ വരുന്നുണ്ട്, എണ്ണ കത്തിക്കാനുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും നല്ലതെന്നും നമ്മുടെ ഒരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 5 തിരിയുടെ കാര്യമാണ്. പഞ്ചമാൽ ഭദ്രദീപം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു നിർത്തി. പിന്നെ അടുത്തത് ഷഷ്ടമം രോഗമത് ഉറപ്പായിടും. മറ്റേ 4 തിരിയാണെങ്കിൽ അവിടെ രോഗം വരുമെന്നേ പറഞ്ഞുള്ളൂ. 6 തിരിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ രോഗിയായിട്ടുള്ള ഒരാളുണ്ടാകും 6 തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ. അപ്പോൾ 6 തിരി കത്തിക്കാൻ പാടില്ല. പിന്നെ സപ്തമാൽ, അടുത്തത് 7 തിരിയാണ്. സപ്തമാൽ നാരിമാർക്കാകും. നാരിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവിമാർക്ക്. 7 തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ ദേവിമാർക്ക്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 5 തിരി കത്തിച്ചിട്ട് എന്നിട്ട് പെട്ടെന്ന് ദേവിയോടുള്ളൊരു താല്പര്യം കൂടിയിട്ട് 7 തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കലഹം തന്നെ വരും. കാരണം ഇത്രയും നാളും 5 ഭദ്രദീപം കത്തിയിരുന്ന എല്ലാ ദേവതകൾക്കും വിളക്ക് കിട്ടിയിരുന്ന സ്ഥലത്ത് 7ലേക്ക് മാറിക്കഴിയുമ്പോൾ, ഇങ്ങനെ മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം 5 തിരി കത്തിച്ചിരുന്ന വീട്ടിൽ നിന്ന് 7ലേക്ക് മാറിയപ്പോൾ അവിടെ കലഹം ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം 5 തിരി എന്ന് പറഞ്ഞാൽ ഭദ്രദീപം എല്ലാവർക്കും കത്തിക്കൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ദേവിക്ക് മാത്രമായിട്ട് മാറിക്കഴിയുമ്പോൾ മറ്റുള്ള ദേവതകളുടെ ആ ഒരു കലഹം പോലെ അത് മനുഷ്യരിലേക്ക് വരുന്നൊരു സംഭവമാണ്. പിന്നെ അപ്പോൾ 7 തിരി കത്തിച്ചാൽ സപ്തമാൽ ദേവിമാർക്കാകും, നാരിമാർക്കാകും. അഷ്ടമാൽ മരണമത് ഉറപ്പായിടും. 8 തിരിയാണ് കത്തുന്നതെങ്കിൽ ആ വീട്ടിൽ ഉറപ്പായിട്ടും മരണം ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് നവമാൽ സർവ്വദേവത. അതായത് 9 തിരി വരെയാണ് നമുക്ക് ഭവനങ്ങളിലായാലും പൂജാവിധികളിലായാലും കത്തിക്കാനുള്ള ദീപപ്രമാണം 9. നവമാൽ സർവ്വദേവത. 9 തിരിയാണ് കത്തുന്നതെങ്കിൽ അവിടെ എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ 9 തിരിയുടെ പ്രാധാന്യം വരുന്നത് എവിടെയായിരിക്കും? പാനകപൂജ അല്ലെങ്കിൽ അയ്യപ്പൻപാട്ടും വിളക്കും ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാർ അറിയേണ്ട ഒരു കാര്യം, അവിടെ എല്ലാം തിരികളിൽ 9 തിരിയാണ് കത്തിക്കേണ്ടത്. കാരണം അയ്യപ്പൻപാട്ടും വിളക്കും നടക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോലും പലയിടത്തും ഈ പറഞ്ഞ 2 തിരിയും കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 9 തിരി കത്തിക്കുന്ന സ്ഥലത്ത് പോലും 2 തിരിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവരുടെ ധാരണ മഹദ്ധനം വരും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മഹധനം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമാണ്. കാരണം പലയിടത്തും വിളക്കൊക്കെ നടത്തി കഴിയുമ്പോൾ വരവും ചെലവും കൂട്ടുമ്പോൾ നഷ്ടത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ കാരണം എന്താ? ഈ തിരി കത്തുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുക. എല്ലാം ചെയ്യുന്നത് നമ്മുടെ പൂർവികമായ മഹർഷി ആചാര്യന്മാർ നമുക്കുണ്ടാക്കി തന്നിരിക്കുന്ന അറിവുകളെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക്, ചരാചരങ്ങളുടെ ഉന്നമനത്തിന്, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ നവമാലാണെങ്കിൽ സർവ്വദേവത. ഒരു വീടുകളിലും നവമാൽ വിളക്കൊന്നും വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. വീടുകളിലെ വിളക്ക് 5 തിരി വരേക്കും മതി, അതിന് മുകളിലേക്ക് വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എണ്ണ കത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം ചോദിച്ചത്, ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെല്ലാം നെയ്യ് കത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒറിജിനൽ എള്ളെണ്ണ കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എള്ളെണ്ണ കത്തിച്ചാലുള്ള ഗുണം, ഒന്ന് ഓക്സിജൻ്റെ വിഘടനം ഉണ്ടാവും, അതുകൂടാതെ അയൺ, ഇരുമ്പ് അംശം കൂടി നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രക്രിയ കൂടി നടക്കുന്നതുകൊണ്ടാണ് പൂർവികാചാര്യന്മാർ ഏറ്റവും കൂടുതലായിട്ട് എള്ളെണ്ണ കത്തിക്കാൻ നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഇന്ന് വരുന്ന പല സാധനങ്ങളും ഒറിജിനൽ എള്ളെണ്ണയായ നല്ലെണ്ണ എന്ന് പറഞ്ഞൊക്കെ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ആയ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് എള്ളെണ്ണ ആയ നല്ലെണ്ണ എന്ന് പറയുമ്പോൾ അതൊരിക്കലും എള്ളെണ്ണ അല്ല. കാരണം ആയതാണ്. ആവുക എന്ന് പറഞ്ഞാൽ സാധാരണ തവിടെണ്ണ എന്ന് പറഞ്ഞാൽ റൈസ് ബ്രാനാണ്. ഈ തവിടെണ്ണയിൽ കെമിക്കൽ ചേർത്ത് കഴിയുമ്പോൾ നല്ല എള്ളിൻ്റെ വാസന ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇതെല്ലാം മിക്സിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഭവനങ്ങളിലും നിങ്ങൾ റൈസ് ബ്രാൻ വാങ്ങിച്ച് കത്തിച്ചാൽ മതി. കാരണം റൈസ് ബ്രാനാണ് കത്തിക്കുന്നതെങ്കിൽ തവിടെണ്ണ കത്തിച്ചു കഴിഞ്ഞാൽ 1 ലിറ്ററിന് 100 രൂപ കൊടുത്താൽ മതി.
ഇതിൻ്റെ ഒറിജിനൽ കിട്ടണമെങ്കിൽ 10-200 മേലെ പോകും. നമ്മൾ ഒറിജിനലിലേക്കൊന്നും പോകണ്ട. കാരണം ഇനി അതും പറഞ്ഞെന്നും പറഞ്ഞാൽ അവർ ഒറിജിനൽ തവിടെണ്ണ എന്നും പറഞ്ഞ് ഈ പറഞ്ഞ എള്ളെണ്ണ ആയ നല്ലെണ്ണ എന്നും പറഞ്ഞു വരും. അങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റ് പാസ്സായ നല്ലെണ്ണ എന്ന് പറഞ്ഞു വരും. അപ്പം നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ ഭവനങ്ങളിലാണ് ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈസ് ബ്രാൻ എന്ന് പറയുന്ന എണ്ണ ഉപയോഗിച്ചാൽ മതി, തവിടെണ്ണ ഉപയോഗിച്ചാൽ മതി. കാരണം എനിക്ക് ബിസിനസ് ഉണ്ടായ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ നല്ലെണ്ണ വിറ്റിട്ടുണ്ട്, വിളക്കെണ്ണ വിറ്റിട്ടുണ്ട്, എള്ളെണ്ണ വിറ്റിട്ടുണ്ട്, അത് ബ്രാൻഡ് നോക്കി എല്ലാം വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള റൈസ് ബ്രാൻ മാത്രം കത്തിച്ചാൽ മതി. തവിടെണ്ണ, അതായത് ഭക്ഷ്യയോഗ്യമായ തവിടെണ്ണ എന്ന് പറഞ്ഞു വരുന്നത്, ഭക്ഷ്യയോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ച് കത്തിച്ചാൽ മതി. അതാകുമ്പോൾ ഒരു ഗുണമുള്ളത് 100 രൂപയ്ക്കുള്ളിൽ നിൽക്കും. 100 രൂപയാണ് സാമാന്യ രീതിയിലുള്ള ഈ റീറ്റെയിൽ റേറ്റ്. ഹോൾസെയിലാണെങ്കിൽ അതിൻ്റെ താഴെയാണ് വരുന്നത്. ഇത് തന്നെ മറ്റേ എള്ളെണ്ണയായി വരുമ്പോൾ അതിന് 200 രൂപയാവും, അല്ലെങ്കിൽ 200 മേലേക്ക് പോകും. അപ്പം നമ്മളുടെ പൈസ വെറുതെ കൊണ്ടുപോയി ഒരു എണ്ണ കമ്പനിക്കാരന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ തവിടെണ്ണ, സാമാന്യ രീതിയിലുള്ള ഭക്ഷ്യയോഗ്യമായ തവിടെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചാൽ മതി. പിന്നെ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രാതസന്ധ്യയ്ക്കും ഒന്ന് സായം സന്ധ്യയ്ക്കാണ് വിളക്ക് കത്തിക്കുക. ഇത് തന്നെ പല ആചാര്യന്മാരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനി ഏതാണ് സായം സന്ധ്യ, ഏതാണ് പ്രാതസന്ധ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സായം സന്ധ്യ എന്ന് പറയുന്നത് സന്ധ്യ മയങ്ങുന്ന നേരമാണ്. അത് കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അസ്തമയം എന്ന് എഴുതി വരുന്ന ഒരു സമയം ഉണ്ടാവും. ഓരോ ജില്ലയ്ക്ക് 4 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അത് കണക്കാക്കിയിട്ട് ആ കൃത്യമായ അസ്തമയ സമയത്തിനാണ് വിളക്ക് വയ്ക്കേണ്ടത്. പിന്നെ അതേപോലെ പ്രാതസന്ധ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പുലർകാലമാണ് ഉദ്ദേശിക്കുന്നത്. ഉദയം എന്ന് പറയുന്നതാണ്. ഈ ഉദയത്തിന് തന്നെ നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് ഇത് പരിതപിക്കേണ്ട. അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 3 മണിക്കാണ് തുടങ്ങുന്നത്. ആ ബ്രഹ്മമുഹൂർത്തം, അങ്ങനെ ബ്രഹ്മയാമം എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. ഈ ബ്രഹ്മയാമം 3 മണി മുതൽ രാവിലെ 9 മണി വരെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ രാവിലെ 9 മണി വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാം. അതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്ക് വെച്ചില്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരു കലഹം ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് 9 മണിക്കുള്ളിൽ എപ്പോൾ വിളക്ക് വെച്ചാലും അരമണിക്കൂർ, ഒരു നാഴിക, 24 മിനിറ്റാണ് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ, 24 മിനിറ്റ് വരെ മാത്രം നമ്മുടെ ഭവനങ്ങളിൽ വിളക്ക് കത്തിയാൽ മതി. പിന്നെ അതേപോലെ ഈ തിരി കത്തിച്ച് കഴിഞ്ഞിട്ട്, രാവിലെ കത്തിച്ച തിരി ഒരു കാരണവശാലും വൈകിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. തിരി എപ്പോഴും മാറ്റി തന്നെ ഉപയോഗിക്കണം. ബാക്കിയുള്ള തിരി പുറത്തുകൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തിരി കത്തിക്കുമ്പോൾ ഒരു തിരി നനച്ചിട്ട് ആ തിരി കത്തിച്ച് മറ്റുള്ള തിരി കത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ തിരിയുടെ പൈസ പോലൊന്നും മേടിച്ചിട്ട് അങ്ങനെ തിരി വാങ്ങാനായിട്ടുള്ള പിശുക്കൊന്നും വേണ്ട. കാരണം നേരിട്ട് തീപ്പെട്ടി കത്തിച്ച് തിരി കത്തിക്കാൻ പാടില്ല. ഈ തിരിയിലേക്ക് മുക്കി അതും. പിന്നെ ചിലർ സംശയമുണ്ട്, ഈ കരിന്തിരി കത്തിപ്പോവാന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. കരിന്തിരി കത്താന്ന് പറഞ്ഞാൽ എണ്ണ നനയാതെ കത്തുന്ന തിരിയാണ് കരിന്തിരി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിളക്കിലേക്ക് തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ തുമ്പ് നമ്മൾ എണ്ണ നനയ്ക്കാതെ കത്തിച്ചാൽ അതാണ് കരിന്തിരി. അല്ലാതെ എണ്ണ നനഞ്ഞ് കത്തുന്ന തിരി എണ്ണത്തിരിയാണ്. ഈ എണ്ണത്തിരി കത്തി തീരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ദോഷം ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എണ്ണ നനയാതെ കത്തിക്കഴിഞ്ഞാൽ മാത്രമേ ദോഷം ഉണ്ടാവുള്ളൂ. ആ തുമ്പ് നനയ്ക്കണം. അതായത് തിരി ഇട്ട് കഴിഞ്ഞാൽ ആ തുമ്പ് എണ്ണയിൽ മുക്കി നനച്ചിട്ട് വേണം കത്തിക്കാൻ. അല്ലാതെ കത്തി തീരുന്നത്, എണ്ണത്തിരി കത്തി തീർന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ മാസത്തിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ തിരി മൊത്തമായിട്ട് കത്തി തീർന്നാൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അത് നിവേദ്യമായി സ്വീകരിക്കുന്ന ദേവതകളുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. അല്ലാതെ കത്തി തീർന്നു എന്നുള്ളത് കൊണ്ടൊന്നും വ്യാകുലപ്പെടേണ്ട. അങ്ങനെ എണ്ണത്തിരി കത്തി തന്നെ തീരണം. അല്ലാതെ കണ്ട് മറിച്ചുള്ള തിരി എന്ന് പറഞ്ഞാൽ എണ്ണ മുക്കാത്ത തിരി, അതാണ് കരിന്തിരി. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച വിളക്ക് കത്തിക്കേണ്ട പ്രമാണം എന്താണെന്ന് സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെണ്ണയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പ്രേക്ഷകരുടെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ഇന്ന് മന്നം ജയന്തി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു പോയി. ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 141-ാം ജന്മദിനം ആഘോഷിക്കുന്ന അദ്ദേഹം ശരിക്കും ഒരു ഔദ്യോഗിക ജീവിതമായി ആരംഭിക്കുന്നത് അധ്യാപകനായിട്ടാണ്. എന്നിട്ട് പിന്നീട് അഭിഭാഷക വൃത്തി ഏറ്റെടുക്കുകയും 27-ാമത്തെ വയസ്സിൽ ഏറ്റെടുക്കുകയും പിന്നീട് സമൂഹത്തിന്റെ നവോത്ഥാന നായകനായി മാറുകയും ചെയ്യുക. അതും ചുരുങ്ങിയ കാലയളവൊന്നുമല്ല. കാരണം NSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അദ്ദേഹം അംഗമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് കാരണഭൂതനായി 30 വർഷത്തിലധികം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും പിന്നീട് 3 വർഷക്കാലം അതിന്റെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കാലയളവിൽ തൻ്റെ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ജീവിത കാലയളവുകളിലെല്ലാം ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണക്കാരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അതെ, തുടർന്നും NSSന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ ആയിക്കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ വിഷനുകളെല്ലാം NSSന്റെ ഇന്നത്തെ പ്രവർത്തനത്തിലൂടെ നടന്നു പോകട്ടെ എന്നും എല്ലാം ആശംസിച്ചുകൊണ്ട് മന്നം ജയന്തി സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാ വിശ്വാസികൾക്കും അത്തരത്തിലുള്ള ഒരു മന്നം ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.